യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതേ 17-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ നിന്നും അതേ 21-ാമത്തെ വാക്യത്തിൽ നിന്നൊക്കെ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതേ അബ്രഹാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി ദൈവം അവൻ്റെ അടുക്കലേക്ക് കടന്നു വരികയും സംസാരിക്കുകയും ചെയ്തു എന്നും, അതേപോലെ തന്നെ താൻ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ആ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മളും അതുപോലെ പ്രാർത്ഥന മനുഷ്യർ ആയിത്തീരണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നവരായിത്തീരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. നമ്മുടെ കൺസേൺസുകളെ, നമ്മുടെ ഉത്കണ്ഠകളെ, നമ്മുടെ ആകാംക്ഷകളെ ദൈവത്തോട് അറിയിക്കുന്നവർ ആയിത്തീരണം നമ്മൾ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ദൈവത്തെ നമ്മുടെ വിഷയങ്ങളിൽ ഇൻവോൾവ് ചെയ്യുവാൻ, അതേ ദൈവം പ്രവർത്തിക്കുവാൻ നമ്മൾ അതിലൂടെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാത്തൊരു വ്യക്തി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും താൻ ദൈവത്തെ ഇടപെടിപ്പിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ദൈവം നമ്മോടുകൂടെ എന്നുള്ള അർത്ഥമാണല്ലോ ഇമ്മാനുവേൽ എന്ന വാക്കിന്. അതെ, ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവം മനസ്സിലാക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവം തയ്യാറാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും. അതെ, നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരും ആരാധിക്കേണ്ടവരും, അതേ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്നവരും ആയിത്തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ ആ വാക്യത്തിന്റെ അടുത്ത വാക്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതലാണ്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു തീർന്ന ശേഷം അവൻ വിട്ട് കയറിപ്പോയി. അതിൻ്റെ അർത്ഥം ദൈവം അബ്രഹാമിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നാം ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നമ്മളോടും അടുത്തു വരും. എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത്? പലപ്പോഴും പലർക്കും ഈ ഒരു കാര്യം അറിയില്ല എന്നുള്ളതാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിനടുക്കൽ ഒരു വ്യക്തിക്ക് സ്പിരിച്വലി, ആത്മീയമായി അവൻ്റെ അടുക്കലേക്ക് കടന്നില്ലാൻ കഴിയണമെങ്കിൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനായി തീരണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി തീരണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മൾ ആ വിശുദ്ധിയിലേക്ക് വരേണ്ടതും ദൈവത്തെ സ്തുതിക്കേണ്ടതും ആരാധിക്കേണ്ടതും വളരെ ആവശ്യമാണെന്ന് പറയുന്നത്. ഈ ദൈവത്തിനടുക്കലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. പലരും ചിന്തിക്കുന്നത് പള്ളിയിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ മാനുഷികമായി ഉണ്ടാക്കിയതായ ഒരു കെട്ടിടത്തിൽ ദൈവം വസിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ പള്ളികളിലേക്ക് ചെന്നാൽ അവിടെ ദൈവം ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത് പള്ളികളിൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനത് പറയുന്നത്. മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവരായ ആളുകൾ പലരും അറിഞ്ഞോ അറിയാതെ ഒക്കെ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഈ കൈകൊണ്ട് പണിതിരിക്കുന്നതായ ആലയങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത്? ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് നമ്മളിലാണ്. ദൈവം വസിക്കുന്നത്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമെന്നും നിങ്ങൾ അറിയണം. അതേ, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നു. മറ്റൊരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അത്രത്തോളം ദൈവം തൻ്റെ ആലയത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിന്റെ ആലയമാണ്. അപ്പോൾ ഈ ആലയത്തിൽ എന്ത് ചെയ്യണം? ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഈ ആലയത്തിലാണ്. അതേ, നമ്മുടെ ശരീരത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതേ, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെ ചെയർ, ദൈവത്തിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മളുടെ സ്തുതികളാണ്. അപ്പോൾ നമ്മൾ സ്തുതികളാൽ ദൈവത്തെ ക്ഷണിക്കുക വേണ്ടത്. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. എന്തിനാണ് ആരാധന? നമ്മൾ ഏതെങ്കിലും ഒരു പെർഫോം കാണിക്കാനല്ല ആരാധിക്കുന്നത്, മറിച്ച് ദൈവ സാന്നിധ്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു സഭയുടെ ആരാധന എന്ന് പറയുന്നത് സഭയിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി
ദൈവത്തെ അവർ വിളിക്കുന്നതിന് ഭാഗമാണ് അവർ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്. അത് ദൈവത്തെങ്കിലേക്ക് ചെല്ലുമ്പോൾ ആ സ്തുതികളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് അവരോടുകൂടെ വസിച്ച് അവരുടെ പ്രാർത്ഥനകളെ ദൈവം കേട്ട് അവരുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് അതേ ദൈവം അവരോട് സംസാരിച്ച് ആ സഭയെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വ്യക്തിപരമായിട്ടും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കണം, വ്യക്തിപരം എന്നുള്ള വിഷയത്തിൽ. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു സഭ എന്നവണ്ണം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് വിശുദ്ധ വേദോസത്തിൽ പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിനടുക്കിലേക്ക് നമ്മൾ അടുത്ത് ചേരുന്നത് നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ വഴിയാണ്. ഞാൻ ഇതിനു മുമ്പ് നെഹമ്യാവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നെഹമ്യാവ് ഒരു വലിയ ഭാരമുള്ള വിഷയം കേട്ടു. തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ, മനസ്സിനെ തളർത്തിക്കളയുന്നതായ, ശരീരത്തെ തളർത്തിക്കളയുന്നതായ ഒരു വിഷയം. അതേ വളരെ വൈകാരികമായൊരു വിഷയം. തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം, അതേ അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന വാർത്ത കേട്ടപ്പോൾ താൻ ഇരുന്നിരുന്ന സ്ഥലം, അതായത് അന്നത്തെ ബാബിലോണിയ രാജാവിൻ്റെ അതേ ആ രാജകൊട്ടാരത്തിൽ ശൂഷൻ രാജധാനിയിൽ താൻ ഒരു പാനപാത്രവാഹകനായി വളരെ ഉന്നതമേറിയ ജോലി ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് അദ്ദേഹം കരഞ്ഞു, വളരെയധികം വിഷമിച്ചു. പക്ഷെ അതിന് പരിഹാരം എന്തായിരുന്നു? അതേ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയാണ് അതിൻ്റെ പരിഹാരമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് കേട്ടപ്പോൾ നെഹമ്യാവ് വളരെ ഭാരപ്പെട്ടിരുന്ന് അവൻ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ചില ദിവസങ്ങൾ ചെലവഴിച്ചുവെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, അവൻ്റെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടവും നോക്കണമേ, അത് സ്തുതിയുടെയും ആരാധനയുടെയും ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തെ തന്നിലേക്ക് തന്നെ ക്ഷണിക്കുക. തൻ്റെ അടുക്കിലേക്ക് വരുവാൻ ദൈവത്തെ ക്ഷണിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം. കേവലം എഴുതി വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധന ക്രമമല്ല നമ്മളോട് വായിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തുതിക്കുന്നതായ സ്തുതിവാചകങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരുവാനിടയായിത്തീരും. ഒരു ദൈവപൈതലിന് തൻ്റെ സർക്കംസ്റ്റാൻസസ്, തൻ്റെ സാഹചര്യങ്ങൾ, ചുറ്റുപാട് ഒന്നും ദൈവത്തെ ആരാധിക്കുന്നതിനും അവനെ തടയുന്നില്ല. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസും അതേ ശീലാസും അവരെ അന്നത്തെ ഗവൺമെന്റ് കാരാഗൃഹത്തിലിട്ട് അടച്ചു പൂട്ടി. അവരുടെ കൈയും കാലും എല്ലാം ആമത്തിലിട്ട് പൂട്ടി. ഒരിക്കലും അവർ പുറത്തു വരരുത്. കാരണം മുമ്പ് അങ്ങനെ പൂട്ടപ്പെട്ടവരെ ആളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവർ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കേവലം ചങ്ങലകൾ മാത്രമല്ല, മറിച്ച് അനേക പട്ടാളക്കാരെയും അവർക്ക് കാവലായി നിർത്തിക്കൊണ്ട് വളരെ ബന്ധവസാക്കി ആ കാരാഗൃഹം. പക്ഷേ അവർക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവരുടെ കൈകൾക്കും കാലുകൾക്കും മാത്രമേ ബന്ധനം ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഹൃദയത്തിനോ അവരുടെ മനസ്സിനോ അവരുടെ അധരത്തിനോ യാതൊരു ബന്ധനവുമില്ലായിരുന്നു. അവർ അന്ന് ആ രാത്രിയിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി. എന്ത് സംഭവിച്ചത്? ദൈവത്തിന് സാന്നിധ്യം ആ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചില വിടുതലുകൾ അവിടെ സംഭവിച്ചു. കാരാഗൃഹ പ്രമാണി, അതേ സ്വയം മരിക്കുവാൻ വേണ്ടി തുടങ്ങുന്നതായ ഒരു മനുഷ്യൻ, ആ വ്യക്തി അന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുകയും അതേ അപ്പോസ്തലന്മാരാൽ സ്നാനമേൽക്കുകയും ചെയ്തുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എത്രയോ പേര് അതിലൂടെ വിടുതൽ പ്രാപിച്ചു. എങ്ങനെയാണ്? അതേ സ്തുതികളുടെ അനുഭവങ്ങളിൽ ദൈവം ഇറങ്ങി വരുന്നതായ അനുഭവം. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, അബ്രഹാമും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വന്നതായ ദൈവം ഇപ്പോൾ അതേ കരേറി പോവുകയാണ്. അതാണ് നമ്മളോട് വായിക്കുന്നത്, അബ്രഹാമിനോട് അരുളിച്ചത് തീർന്ന ശേഷം അവനെ വിട്ട് ദൈവം കയറിപ്പോയി. എന്നിട്ട് 23-ാമത്തെ വാക്യം, അനന്തരം അബ്രഹാം തന്റെ മകനായ ഇശ്മായേലിനെയും തന്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരൊക്കെയും അബ്രഹാമിന്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചു. ഒരു ദിവസം പോലും മാറ്റിവെച്ചില്ല. മറ്റൊരു മാസത്തിലേക്കോ മറ്റൊരു ആണ്ടിലേക്കോ ഈ ഒരു പ്രവൃത്തി അവൻ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചില്ല. പരിച്ഛേദന എന്നുള്ളത് അതേ ദൈവം അബ്രഹാമിനോട് ചെയ്തതായ ആ നിയമത്തിന്റെ ഉടമ്പടിയുടെ അടയാളം എന്നവണ്ണം അത് ചെയ്തെങ്കിൽ മാത്രമേ അവൻ ആ ഉടമ്പടിയെ സിഗ്നേച്ചർ ചെയ്തു എന്ന് പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട്
ദൈവം കരേറിപ്പോയ ഉടനെ തന്നെ അബ്രഹാം പെട്ടെന്ന് അതേ ഈ അഗ്രചർമ്മ പ്രവൃത്തി ചെയ്ത് ആ ദൈവിക ഉടമ്പടിയുടെ ഭാഗമായി കേവലം അബ്രഹാം മാത്രമല്ല മാറിയത്, മറിച്ച് അബ്രഹാമിന്റെ കുടുംബത്തിലുള്ളവർ, അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്നോടൊപ്പമുള്ള സകല ആളുകളെയും ആ ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റി. അതേ അവരുടെ ആ അഗ്രചർമ്മം മുറിക്കുക വഴി അബ്രഹാമിൽ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്, അബ്രഹാം ഇത് ചെയ്യുകൊണ്ട് അബ്രഹാമിന്റെ അനുസരണം വളരെ പൂർണ്ണതയുള്ള ഒരു അനുസരണമായിരുന്നു. അബ്രഹാം ദൈവമേ ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞ് താൻ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല അബ്രഹാം അവിടെ ചിന്തിക്കുന്നത്. താനും തന്നോടൊപ്പം തന്നെ ഭവനത്തിലുള്ള തൻ്റെ മക്കൾ ഇസ്മായിൽ ഉൾപ്പെടെ, ഏതാണ്ട് ഇസ്മായിലിന് 13 വയസ്സുള്ളപ്പോഴും അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോഴുമാണ് അബ്രഹാം പരിച്ഛേദനയേക്കുന്നത്. 13ാമത്തെ വയസ്സിൽ ഇസ്മായിലും ഈ പരിച്ഛേദനയേറ്റു. അപ്പോൾ തൻ്റെ വീട്ടിലുള്ള അതേ അബ്രഹാമിന്റെ ഭവനത്തിൽ ബലവാന്മാരെ അഭ്യാസികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവരെ പോലും അനുസരിപ്പിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ അബ്രഹാമിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട്, അബ്രഹാമിന്റെ അനുസരണം അത് പൂർണ്ണത ഉള്ളതായിരുന്നു. രണ്ടാമതായിട്ട്, അവന്റെ ആ അനുസരണം അത് വളരെ പെട്ടെന്ന്, അതേ സമയത്ത് തന്നെ, ഒട്ടും താമസിച്ചില്ല, വളരെ പെട്ടെന്ന് ദൈവത്തെ അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾ ഉടനടി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും വലിച്ചു നീട്ടാറുണ്ട്. ചില ദിവസങ്ങൾ കഴിഞ്ഞോ, അല്ലെങ്കിൽ ചില മാസങ്ങൾ കഴിഞ്ഞോ, ചില വർഷങ്ങൾ കഴിഞ്ഞോ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അത് ആ തീരുമാനം ദൈവത്തിനു മുമ്പാകെ പൂർണ്ണതയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട്, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് അനുസരിപ്പാൻ അബ്രഹാം വളരെ ഒരുക്കമുള്ളവനും ധൈര്യമുള്ളവനായി തീർന്നു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ 3 കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകണമെന്ന് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ഒന്നാമതായിട്ട്, നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിലും ദൈവത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്തയോടും കൂടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ കൃത്യത പുലർത്തേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, അബ്രഹാമിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് വളരെ പെട്ടെന്ന് തന്നെ, ഒട്ടും കാലതാമസം വരാതെ പ്രവർത്തിക്കുന്നവനായ ഒരു അബ്രഹാം. അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും, പ്രത്യേകിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുന്നതായ കാര്യങ്ങൾക്ക് നമ്മൾ അവധി വയ്ക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സാധാരണയായിട്ട് എൻ്റെ പ്രസംഗത്തിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുമ്പോൾ അവിടെ വെച്ച് നമ്മൾ തീരുമാനമെടുത്തോണം. പിന്നീട് അങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുക്കിയില്ല എന്ന് വരാം. അതുകൊണ്ട് എപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടാലും ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, മൂന്നാമതായിട്ട്, അബ്രഹാം വളരെ ധൈര്യമുള്ളവനായിരുന്നു. വളരെ അഭ്യാസികളായ ആളുകൾ അവൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. അവരെ പോലും അതേ ഈ ഉടമ്പടിയുടെ അടയാളം അവരുടെ ശരീരത്തിൽ പേറുവാൻ അതേ അബ്രഹാമിന് കേവലം പറയുക മാത്രമേ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതേ അബ്രഹാം എന്ന് പറഞ്ഞപ്പോൾ അവർ അനുസരിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഈ 3 ക്വാളിറ്റീസ് നമ്മൾ അബ്രഹാമിൽ നിന്ന് പഠിച്ച് നമ്മുടെ ജീവിതത്തിന് പ്രാബല്യമാക്കുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, ആ നിയമം പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്നത് അബ്രഹാം ആ നിയമത്തിൻ്റെ ഉടമ്പടി സൈൻ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴാണ്. അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അനുസരിപ്പാൻ നമ്മൾ തീരുമാനമെടുക്കുന്ന ആ സമയം മുതൽ അതെ ദൈവവും നമ്മളും തമ്മിലുള്ള ആ ശ്രേഷ്ഠമേറിയ ബന്ധത്തിൻ്റെ ആരംഭമായി തീരും. അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം തീരുമാനമെടുക്കേണ്ട ഏതെങ്കിലും സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. മറിച്ച് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ തീരുമാനമെടുക്കുകയും ദൈവത്തെ അനുസരിക്കേണ്ടതും ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്നയാളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ 3 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, ദൈവത്തെ തികവോടുകൂടെ അനുസരിക്കുവാൻ, കർത്താവേ, ഞങ്ങൾ യഥാസമയവും
കർത്താവെ, അതുപോലെ ഞങ്ങൾ യഥാസമയം ഞങ്ങൾ അനുസരിക്കേണ്ട സമയത്ത് തന്നെ, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അനുസരിപ്പാൻ, അതേപോലെ തന്നെ ധൈര്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏത് പ്രതിസന്ധികൾ മുന്നിൽ വരുമെന്ന് പിശാച് പറഞ്ഞാലും അതിനുമുമ്പാകെ ധൈര്യത്തോടുകൂടെ തീരുമാനമെടുക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനത്തിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.